രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാ. തീർന്നു നാം നിത്യം വസിപ്പാൻ വാസം ഒരുക്കാൻ പോയ പ്രിയത്താൻ. ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസം ഒരുക്കാൻ പോയ പ്രിയത്താൻ. വാസം ഒരുക്കാൻ പോയ പ്രിയത്താൻ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാ. കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമാ. നിന്ന കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമാ. ദുഷികളെല്ലാം തീരാൻ കാലമാ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാ. പ്രാണപ്രിയന്റെ പൊന്നു മുഖത്തെ തേജസ്സോടെ നാം കാൺമാൻ കാലമാ. പ്രാണപ്രിയന്റെ പൊന്നു മുഖത്തെ തേജസ്സോടെ നാം കാൺമാൻ കാലമാ. തേജസ്സോടെ നാം കാൺമാൻ കാലമാ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാ. കാന്തനുമായി വാസം ചെയ്യുവാൻ കാലം സമീപമായി പ്രിയരേ. കാന്തനുമായി വാസം ചെയ്യുവാൻ കാലം സമീപമായി പ്രിയരേ. കാലം സമീപമായി പ്രിയരേ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാ. കൺവെൻഷൻ ഗാനങ്ങൾ പുതിയൊരു നാദം 37. പുതിയൊരു നാദം പുതിയൊരു ഗാനം പുതിയതാം കൃപകൾ പകരുനാദാ.
വന്ന് തിരുനിഴവാർന്ന കരമേകി കഴുകേണമേ. നിറമിഴിയോടെ നീ മുഖം ദർശിച്ചിടാൻ തിരുനിണം പോലെ മനമായിടുവാൻ നൽവരം നൽകി ആത്മാവാൽ നിറയ്ക്കണമേ. പുതിയൊരു നാദം പുതിയൊരു ഗാനം പുതിയതം കൃപകൾ പകരുന്നതാ. പുതിയൊരു നാദം പുതിയൊരു ഗാനം പുതിയതം കൃപകൾ പകരുന്നതാ. മാറാത്ത സ്നേഹത്തിൻ കാരുണ്യമേ എന്നും മറയാതെന്നുള്ളിൽ വന്നണയണമേ. മാറാത്ത സ്നേഹത്തിൻ കാരുണ്യമേ എന്നും മറയാതെന്നുള്ളിൽ വന്നണയണമേ. മനം തളർന്നിടുമ്പോൾ പുതുബലമേകണേ. കരം കുഴഞ്ഞിടുമ്പോൾ തിരുഭുജം നൽകണേ. മാറോടണച്ചെന്നെ തവ സ്നേഹം പകരണമേ. പുതിയൊരു നാദം പുതിയൊരു ഗാനം പുതിയതം കൃപകൾ പകരുന്നതാ. പുതിയൊരു നാദം പുതിയൊരു ഗാനം പുതിയതം കൃപകൾ പകരുന്നതാ. പാടിടുന്നു സ്തുതിഗീതങ്ങൾ പാരിൽ ഞാനായിടും നാളുകളെല്ലാം. പാടിടുന്നു സ്തുതിഗീതങ്ങൾ പാരിൽ ഞാനായിടും നാളുകളെല്ലാം. പുതിയൊരു നാദം പുതിയൊരു ഗാനം പുതിയതം കൃപകൾ പകരുന്നതാ. കൺവെൻഷൻ ഗാനങ്ങൾ 36 ഞാൻ ഉണരുമ്പോഴും. ഞാനുണരുമ്പോഴും ഞാനുറങ്ങുമ്പോഴും എന്നരികത്ത് കാവലായിരിക്കുന്നവൻ. ഞാനുണരുമ്പോഴും ഞാനുറങ്ങുമ്പോഴും എന്നരികത്ത് കാവലായിരിക്കുന്നവൻ. മിഴി നിറയുമ്പോഴും നിറഞ്ഞൊഴുകുമ്പോഴും എൻ മിഴിനീരുമായ്ക്കാനണയുന്നവൻ. ഞാനുണരുമ്പോഴും ഞാനുറങ്ങുമ്പോഴും എന്നരികത്ത് കാവലായിരിക്കുന്നവൻ. എന്നാത്മാവിലെ ചുടുനെടുവീർപ്പുകൾ എല്ലാം ആനന്ദമായെന്നും മാറ്റുന്നവൻ. എൻ്റെ അകതാരിലേറും മുറിപ്പാടുകൾ മൃദു സ്നേഹത്താൽ സുഖമാക്കാനണയുന്നവൻ. അവൻ കരുണാമയൻ എൻ പരിപാലകൻ. എന്നെ അലിവോടെ കാക്കുമെന്നീശോ. അവൻ കരുണാമയൻ എൻ പരിപാലകൻ. എന്നെ അലിവോടെ കാക്കുമെന്നീശോ.
കൺവെൻഷൻ ഗാനങ്ങൾ 31 കുടുംബമൈനങ്ങൾ.
അറിയുന്നു ദൈവം അഭയം നൽകണമേ. ത്യാഗമോടുള്ളം നിറഞ്ഞെന്നും നിന്ദയിൽ വഴി നടന്നിടുവാൻ. ത്യാഗമോടുള്ളം നിറഞ്ഞെന്നും നിന്ദയിൽ വഴി നടന്നിടുവാൻ. ആത്മനൽവരദായക നിന്റെ ഭാവം നൽകണേ. വചനമനുസരിച്ചൂഴിയിൽ നിലനിൽക്കാൻ കൃപയേകണേ. കുടുംബമായി ഞങ്ങൾ വരുന്നു ദൈവമേ നിൻ അനുഗ്രഹങ്ങൾ തേടി വരുന്നു. കുടുംബമായി ഞങ്ങൾ വരുന്നു ദൈവമേ നിൻ അനുഗ്രഹങ്ങൾ തേടി വരുന്നു. കൺവെൻഷൻ ഗാനങ്ങൾ 30. എനിക്കായി കരുതുന്നവൻ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ. എന്നെ കൈവിടാത്തവൻ, എൻ യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, എൻ യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എഴുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എഴുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നത് തീയിലല്ല, എൻ യേശുവിൻ കരങ്ങളിലാ. വീഴുന്നത് തീയിലല്ല, എൻ യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ നടക്കുന്നത് യേശുവത്രേ. ഞാനവൻ കരങ്ങളിലാ. നടക്കുന്നത് യേശുവത്രേ. ഞാനവൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന്
ദൈവമെനിക്കെതിരായിടും. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. കൺവെൻഷൻ ഗാനങ്ങൾ 34 ഒരു നാളും അലിയാത്ത. ഒരു നാളും അലിയാത്തൊരനുഭൂതിയേകുന്ന സ്നേഹം, സർവം ക്ഷമിക്കുന്നൊരലിവാർന്ന ദിവ്യ സ്നേഹം, ആഴമറിയാത്തൊരലയാഴി പോ കാന്തി പകരുന്ന പകലെന്ന പോ. ഒരു നാളും അലിയാത്തൊരനുഭൂതിയേകുന്ന സ്നേഹം, സർവം ക്ഷമിക്കുന്നൊരലിവാർന്ന ദിവ്യ സ്നേഹം, ആഴമറിയാത്തൊരലയാഴി പോ കാന്തി പകരുന്ന പകലെന്ന പോ. പൂവിന്റെ മേലിൽ പുണ്യം രചിക്കും മകരപ്പുലർക്കാല മഞ്ഞെന്ന പോ. എങ്ങുമിന്നോ എങ്ങും എൻ ചാരയെത്തും മിന്നാമിനുങ്ങിന്റെ പൊന്നെന്ന പോ. താരാഗണം പോ പ്രേമീഗണം പോ. എന്നാളുമെന്നിൽ വരമായി വിളങ്ങും സ്നേഹം, നിത്യസ്നേഹം. ഒരു നാളും അലിയാത്തൊരനുഭൂതിയേകുന്ന സ്നേഹം, സർവം ക്ഷമിക്കുന്നൊരലിവാർന്ന ദിവ്യ സ്നേഹം.
പകരുന്ന പോ ഒരു നാളും അലിയാത്തൊരനുഭൂതിയേകുന്ന സ്നേഹം സർവം ക്ഷമിക്കുന്നൊരലിവാർന്ന ദിവ്യ സ്നേഹം. കൺവെൻഷൻ ഗാനങ്ങൾ 29 നിന്റെ സാന്നിധ്യം. നിന്റെ സാന്നിധ്യം
ബഹുമാനപ്പെട്ട വേങ്ങശ്ശേരിയച്ഛനെ വചന പ്രഘോഷത്തിനായിട്ട് ക്ഷണിക്കുന്നു. അഭിവന്യ തിരുമേനി, വേദിയിലിരിക്കുന്ന വൈദികരെ, വേദിക്ക് താഴെയിരിക്കുന്ന വൈദികരെ, ഇവിടെ ഗാനശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്ന മാർസ്തപ്പാന സഹദ പള്ളിയിലെ കൊയറംഗങ്ങളെ, സിസ്റ്റേഴ്സ്, വിശ്വാസിനികളെ, ഞാനിവിടെ പ്രസംഗം പറയുവാനായിട്ട് നിൽക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്ക് കാര്യമായിട്ടൊന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഈ കമ്മിറ്റിയിലും കൂടെ അംഗമാണ്. പിന്നെ സാധാരണഗതിയിൽ ഇടവകയിലിരുന്ന് തഴക്കം വരുമ്പോൾ പലരും പ്രസംഗം കേട്ട് പരിചയിച്ചിട്ടുണ്ടായിരിക്കും. എങ്കിലും ഇന്ന് ഈ പ്രസംഗത്തിന്, ഈ സുവിശേഷ പ്രസംഗത്തിന് എന്നെ വിളിച്ച ഭാരവാഹികളോട് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. അച്ഛന് സ്വാഗത പ്രസംഗത്തിൽ സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, അച്ഛൻ എങ്ങനെയാണ് ഞാൻ പറയാൻ പോകുന്നത് കണ്ടുപിടിച്ചത് എന്ന് എൻ്റെ മനസ്സിൽ വന്നു. അതുതന്നെയാണ് ഞാൻ പറയുവാൻ പോകുന്നത്. വാസ്തവത്തിൽ നമ്മൾ വേദപുസ്തകത്തെ പഴയ നിയമം, പുതിയ നിയമം എന്ന് വേർതിരിച്ചുകൊണ്ട് നിയമമായിട്ടാണ് കാണാറുള്ളത്. വാസ്തവത്തിൽ അവിടെ ഉടമ്പടി എന്നാണ് ആ വാക്ക് ശരിയായിട്ടുള്ള അർത്ഥമുള്ളത്. അപ്പോൾ ഉടമ്പടിയിൽ നമ്മളെപ്പോഴും കാണുന്ന, കേൾക്കുന്ന ഉടമ്പടി എന്ന് പറയുന്നത് നിയമത്തിൻ്റെ ഉടമ്പടിയാണ്. അതല്ലാതെ വേറൊരു ഉടമ്പടിയെ കൂടെ വേദപുസ്തകത്തിൽ നിന്നും കാണുവാൻ സാധിക്കും. അതിലേക്ക് ഞാൻ കടന്നു വരാം. ഒരു നിമിഷം നമുക്ക് തലകളെ കുനിക്കാം. ഏക കർത്താവായ ദൈവമേ, ഏകസഭയായി നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്നു. നിൻ്റെ വിളിക്ക് യോഗ്യമാകും വണ്ണം നിൻ്റെ വിശ്വാസത്തെ കാത്തുസൂക്ഷിക്കുവാനായിട്ടും കാലാകാലങ്ങളിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നുപോയിക്കൊണ്ട് വിശ്വാസം പ്രാവർത്തികമാക്കുവാനും വിശ്വാസത്തിന് അനുസൃതമായിട്ട് ജീവിക്കുവാനും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ മുന്നേ കടന്നുപോയ എത്രയോ സാക്ഷികളുടെ കൂട്ടം ഞങ്ങളുടെ മുമ്പിലുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. അവരുടെ സാക്ഷ്യത്തെക്കുറിച്ച് അറിയുവാനായിട്ട്, ഈ സഭയെ വളർത്തുവാനായിട്ട്, എൻ്റെ ദൗത്യത്തെ മറക്കാതെ നിറവേറ്റുവാനായിട്ട് മുന്നേ കടന്നുപോയ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭ വളർന്നത് അതിനോടുകൂടെ ചേർന്ന് പ്രവർത്തിച്ച എത്രയോ ആളുകളുടെ പ്രയത്നഫലമായിട്ട് നീ അറിയുന്നു. അതിൻ്റെ സ്ഥാപനത്തെങ്കിൽ നിൻ്റെ പുത്രൻ്റെ ആ വീണ്ടെടുപ്പിൻ്റെ, യാഗത്തിൻ്റെ, കഷ്ടാനുഭവത്തിൻ്റെ, ഉയർപ്പിൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നുപോയ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ പുത്രൻ ഞങ്ങൾക്ക് ചെയ്ത എല്ലാ നന്മകളെയും ഓർത്തിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഏകസഭയായിട്ട് ഭിന്നതയില്ലാതെ മുന്നോട്ട് നീങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ മനസ്സുകളെ തുറക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ ചൊരിഞ്ഞ നിൻ്റെ പുത്രൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഈ വർഷം നമ്മൾ കേട്ടു, നിക്യാസുൻഹാദോസിൻ്റെ 1700-ാം വർഷമാണ് നാം ആചരിക്കുന്നത്. ഇതിന് തൊട്ട് മുമ്പ് ഈ കഴിഞ്ഞ ജനുവരിയിൽ യൂണിറ്റി ഒക്ടേവ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം നമ്മുടെ അവിടെ നടന്നു. മാർത്തമറിയം വലിയ പള്ളിയിൽ ജനുവരി 24-ാം തീയതി. അന്ന് നമ്മളൊരു പ്രാർത്ഥനാ വാരാചരണം എല്ലാ വർഷവും നടക്കുന്നതാണ്. പക്ഷേ ഈ വർഷം നിക്യാസുൻഹാദോസ് നടന്നതിൻ്റെ 1700-ാം വർഷമായതുകൊണ്ട് ഇത് കുറച്ച് വിപുലമായിട്ട് നമ്മൾ ആചരിച്ചു. മാർത്തമറിയം വലിയ പള്ളിയിലെ പല സഭകളിൽ നിന്ന് പിതാക്കന്മാർ വന്ന് നമ്മളൊരു ആരാധന നടത്തുകയും അതിൻ്റെ യോഗം നടത്തുകയുണ്ടായി. എന്താണ് നിക്യാസുൻഹാദോസിൻ്റെ പ്രധാനപ്പെട്ട സംഭാവന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം കാര്യങ്ങൾ അതിലുണ്ടായിട്ടുണ്ടെങ്കിലും 2 കാര്യങ്ങൾ, ഇന്നത്തെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് 2 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത്.
നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ആഗോളതലത്തിലെ സഭകളൊന്നും ഉണ്ടായിരുന്നില്ല. സഭകളൊക്കെ പ്രാദേശിക സഭകളായിരുന്നു. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളും പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങളും നമ്മൾ വായിക്കണം. പൗലോസ് അപ്പോസ്തലൻ നടത്തിയ യാത്രകളിൽ ഓരോ സഭകളിലും പോയിട്ട് സഭയെ സ്ഥാപിക്കുന്ന കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. മിഷണറി യാത്രകൾ നടക്കുമ്പോൾ ഓരോ സ്ഥലത്തും പോയിട്ട് ആദ്യം യഹൂദന്മാരുടെ സിനഗോഗിൽ പോകും. അവിടെ സ്വീകാര്യത ഇല്ലാതെ വരുമ്പോൾ മറ്റ് വിജാതീയരായിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് പോകും. അവിടെ സഭ സ്ഥാപിച്ചാണ് അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത്. പ്രാദേശിക സഭകളായിരുന്നു, ലോക്കൽ ചർച്ചസ് ആയിരുന്നു. പീഡനത്തിൻ്റെ കാലഘട്ടത്തിൽ കൂടെ കുറച്ച് വർഷങ്ങളൊന്നുമല്ല സഭ കടന്നുപോയത്. റോമാ സാമ്രാജ്യത്തിലെ കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷമൊക്കെ ഏറെ പീഡനങ്ങൾ നടന്നിരുന്ന കാലഘട്ടമാണ്. എബ്രായ ലേഖനം വായിക്കുകയാണെങ്കിൽ അതിൽ വളരെ വിശദമായിട്ട് ഓരോ പീഡനങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അങ്ങനെ പീഡനങ്ങളേറ്റ സാക്ഷികളുടെ ഒരു വലിയ സമൂഹത്തിൻ്റെ ഫലമായിട്ടാണ് ഈ സഭ വളർന്നത്. അതിനെ ആരംഭം കുറിച്ചത് കർത്താവാണ്, യേശു ക്രിസ്തുവാണ്. ആ പീഡനമേറ്റ സഭയെ 300 വർഷക്കാലം ദൈവം നടത്തി എന്നുള്ളത് വലിയ അത്ഭുതമാണ്. ചില കാലങ്ങളിൽ പീഡനങ്ങൾ കുറയും, ചില കാലങ്ങളിൽ കൂടും. അവസാനം ആശ്വാസത്തിൻ്റെ ശ്വാസം കിട്ടിയത് റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റൻറ്റൈൻ. അന്ന് കാലത്ത് റോമിൽ 3-4 സ്ഥലങ്ങളുണ്ടായി, 3-4 ഭാഗങ്ങളുണ്ടായിരുന്നു. റോമാ സാമ്രാജ്യത്തിൻ്റെ മുഴുവൻ അധിപനായിട്ട് വന്നപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് ക്രിസ്തീയ വിശ്വാസികൾക്ക് അവർ ആരാധന നടത്തുവാനായിട്ടുള്ള, പരസ്യമായിട്ട് നടത്തുവാനുള്ള, അതുവരെ ഒളിവിൽ നടത്തിയിരുന്നതാണ് പലപ്പോഴും, പരസ്യമായിട്ട് ആരാധന ചെയ്യുവാൻ, ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കുവാനുമായിട്ട് നൽകിയ അനുമതിയാണ്. അതിൻ പ്രകാരമാണ് AD 325 അങ്ങ് ബൈസൻറ്റൈനിലുള്ള തുർക്കിയിൽ, ഇന്നത്തെ തുർക്കിയിലുള്ള ബിഥിന്യ എന്ന് പറയുന്ന സ്ഥലത്ത് നിക്കായിൽ വെച്ച് സുനാദോസ് കൂടുവാൻ കാരണങ്ങളുണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റോമിലെ, കൊരിന്തിലെ, തെസ്സലോനിക്കയിലെ ഒക്കെ സഭകളുണ്ടായിരുന്നു. അലക്സാന്ദ്രിയയിലെ, അന്ത്യോക്യയിലൊക്കെ സഭകളുണ്ടായിരുന്നു. അവിടെ പഠനങ്ങളും നടന്നിരുന്നു. പക്ഷേ ആ സഭകളൊക്കെ അതിൽ തന്നെ നിന്നിരുന്ന സഭകളാണ്. അനേകം സഭാപിതാക്കന്മാർ ഈ പ്രദേശങ്ങളിലൊക്കെ നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ സഭയും ഒരു കാലത്ത് റോമാ സാമ്രാജ്യത്തിനകത്ത് തന്നെയായിരുന്നു. പക്ഷെ പീഡനങ്ങൾ നമ്മെ പലപ്പോഴും അകറ്റുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. തമ്മിലെ കമ്മ്യൂണിക്കേഷൻ, തമ്മിലെ ആശയവിനിമയം നടക്കാതെ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ സുനാദോസിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് സഭയെ ഏകമായിട്ട് കാണുവാനായിട്ട്, പ്രാദേശികമായ സഭകളൊക്കെ കൂടി വന്നുകൊണ്ട് ഏകമായിട്ട് കാണുവാൻ നടത്തിയ ശ്രമം എന്ന് വേണമെങ്കിൽ നമുക്ക് നിക്കിയ സുനാദോസിനെ വിശേഷിപ്പിക്കാം. അതുകൊണ്ട് തന്നെയാണത് ഫസ്റ്റ് എക്യുമെനിക്കൽ കൗൺസിൽ എന്ന് പറയുന്നത്. കൗൺസിൽ എന്ന് പറഞ്ഞാൽ സുൻഹാദോസ് എന്നർത്ഥം, ഇംഗ്ലീഷിൽ കൗൺസിൽ എന്നാണ് പറയുക. അതാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ നേട്ടം. ഏക കർത്താവിൽ വിശ്വസിക്കുന്ന, ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന സഭ ഏകമാണ് എന്നുള്ള ചിന്ത, എന്നുള്ള വിശ്വാസം വളർത്തിയെടുക്കുവാനായിട്ട് നിക്കിയ സുൻഹാദോസിന് സാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള, യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടാണ്. അന്ന് കാലത്ത് റോമിലെ പല മതങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ മതങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക കാഴ്ചപ്പാടുണ്ടായിരുന്നു. ജ്ഞാനമതമെന്ന് പറയും. വളരെ വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. പക്ഷേ അവർക്ക് പൊതുവായിട്ട് 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു കാര്യം, മനുഷ്യന് ദൈവവുമായിട്ട് അടുക്കുവാൻ സാധിക്കുകയില്ല, അവൻ അങ്ങ് വിദൂരത്തിരിക്കുന്നവനാണ്.
അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യനായി എന്ന് പറയുന്ന അംഗീകരിക്കുവാനായിട്ട് പുതിയ നിയമത്തെ പോലും അംഗീകരിക്കുന്നവർക്ക് സാധിച്ചിരുന്നില്ല. മാർസിയൻ എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം പഴയ നിയമമൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് പുതിയ നിയമം മാത്രമേ ഉള്ളത്, യേശു ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് കണ്ടത്. ഇനിയിപ്പോൾ യേശു സാധാരണ മനുഷ്യനല്ലെങ്കിൽ ആകെ സംഭവിച്ചിട്ടുള്ള കാര്യം യേശുവിൻ്റെ മേലെ ഒരു ദൈവത്തിൻ്റെ ആത്മാവ് ആവസിച്ചുകൊണ്ട് അവൻ്റെ ക്രൂശ് മരണത്തെങ്കിൽ അവന് വിട്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ യേശുവിനെ ഒരു സാധാരണ മനുഷ്യനായിട്ട് മാത്രമേ അംഗീകരിക്കുവാൻ സാധിച്ചുള്ളൂ. സഭയുടെ രക്ഷാസിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാന വേര് അറക്കുന്നൊരു കാഴ്ചപ്പാടായിരുന്നു. ദൈവം മനുഷ്യനായി പിറന്നുകൊണ്ട് മനുഷ്യൻ്റെ വേദനകളെ മനസ്സിലാക്കിയിട്ട് മനുഷ്യനെ പോലെ ജീവിച്ചുകൊണ്ട് മനുഷ്യന് വേണ്ടി യാഗമായിട്ട് ക്രൂശിന്മേൽ അർപ്പിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനെ അംഗീകരിക്കുവാൻ ഈ മതക്കാർക്ക് സാധിച്ചിരുന്നില്ല. അവിടെ നിക്കാസുൻഹാദൂസിൽ തീരുമാനമുണ്ടായി, യേശു ക്രിസ്തു ദൈവവും മനുഷ്യനുമാണ് എന്നുള്ള തീരുമാനമുണ്ടായി. അവൻ ഒരേ സമയം ദൈവവും ഒരേ സമയം മനുഷ്യനുമാണ്. ദൈവത്തെ മനുഷ്യനെ ഉൾക്കൊള്ളിക്കുവാനായിട്ട് അനുകമ്പയും സ്നേഹവും ദൈവത്തിൻ്റെ നൽകുവാനായിട്ട് മനുഷ്യൻ്റെ വികാരങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും സ്വീകരിച്ചുകൊണ്ട് അവൻ തന്നെ ബലിയായി തീർന്ന അനുഭവത്തിന് യേശു ദൈവമല്ലാതെ ആയിരിക്കാൻ ഒരു തരവുമില്ല, മനുഷ്യനായിട്ട് പിറക്കാതിരിക്കുവാനും തരമില്ല. അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട നേട്ടമെന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാനുള്ളത് സഭയെക്കുറിച്ചും സഭ ഏക സഭ കാതോലികം പൊതുവായിട്ടുള്ള സഭയെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടും ആ സഭയിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കുവാനായിട്ട് അത് എന്തിനാണെന്ന് ചിന്തിക്കുവാനായിട്ടും നാം ധ്യാനിക്കുവാനായിട്ടും കൂടി വന്നിരിക്കുന്നു. സഭ ഏകമാണ്. ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ഏക സഭയാണ് സഭ. അതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു ആചാരത്തിൽ കൂടെ കടന്നു പോകണം. മാമോദിത എന്ന് നാം വിളിക്കുന്ന ആചാരം, അത് പാപവിമോചനത്തിനാണെന്നാണ് നാം ഏറ്റു പറയുന്നത്. പലപ്പോഴും പല അന്ന് നിലനിന്നിരുന്ന സമുദായങ്ങളിലെ മതങ്ങളിൽ ഇത് അംഗമാകുവാൻ ഏൽക്കുന്ന ഒരു സംഗതിയാണ്. അവിടെ സ്നാനം വെള്ളത്താലും ചിലപ്പോൾ രക്തത്താലും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഒരു കാതലായിട്ടുള്ള വ്യത്യാസമെന്ന് പറയുന്നത് ഈ സമൂഹങ്ങളിൽ ഈ മതങ്ങളിൽ ചേരുന്നവർക്കൊരു നിഗൂഢ ജ്ഞാനം അവർക്ക് കിട്ടുമായിരുന്നു. അവരുടെ രക്ഷയ്ക്ക് മാത്രം ഉതകുന്ന ഒരു ജ്ഞാനം. ഇവിടെ സഭയിൽ അവർക്ക് കിട്ടുന്നത് പുതുജീവനാണ്. ആ പുതുജീവൻ ഒരു ദൗത്യത്തോടു കൂടിയാണ് കൊടുക്കുന്നത്. കർത്താവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ മരണത്തിനും ഉയിർപ്പിനും സാക്ഷികളായിക്കൊണ്ട് ആ മാമോദിത വെള്ളത്തിൽ കടന്നു പോകുമ്പോൾ അവരെ പുതിയ മനുഷ്യരായിത്തീരുന്നു. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യരായിത്തീരുന്നു. എന്താണ് ഈ പുതുജനനം? എന്താണ് ഈ പുതു ജനനത്തിങ്കിൽ നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അത് മനസ്സിലാക്കാത്ത ആളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ മാമോദിതയ്ക്ക് വായിക്കുന്നൊരു ഭാഗമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ വാക്യങ്ങളാണ്. 3:1 മുതൽ 8 അടക്കമുള്ള വാക്യങ്ങൾ ഞങ്ങൾ വായിക്കാതെ. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരിൽ പ്രമാണിയായി നിക്കോദിമോസ് എന്നു പേരുള്ള മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടായി വന്നിരിക്കുന്നെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ല എങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ
ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ലെന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദിമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും മാമോദീസായാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ച് ജഡമാകുന്നു, ആത്മാവിൽ ജനിച്ച് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റിഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നുവെങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചതിനെല്ലാം അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. വാസ്തവത്തിലെ നിക്കോദിമോസ് യേശുവിനെ വളരെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് രാത്രിയിലാണ് വന്നത്. ഒരു പ്രതീകമാണ് രാത്രി എന്ന് പറയുന്നത്. ഒളിച്ചും പാത്തൊക്കെ വന്ന ആ പരീശനായിട്ടുള്ള മനുഷ്യൻ നല്ലൊരു മനുഷ്യനായിരുന്നിരിക്കണം. പക്ഷെ അവനെ എന്താണ് യേശു പറയുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാതെ അവൻ്റെ അറിവ് അവന് തടസ്സമായിരുന്നു. അതുകൊണ്ട് കാറ്റിഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നെന്നും നീ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ നിക്കോദിമോസ് ആകെ പകയ്ക്കുകയാണ്. വാസ്തവത്തിൽ നമ്മളും പകച്ചു പോകും. നമുക്ക് പരിചയമില്ലാത്ത ഒരു പ്രസ്താവനയാണ് യേശു ക്രിസ്തു ചെയ്തത്. എൻ്റെ ചെറുപ്പത്തിലെ ഒരു 3-4 പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ വരാന്തയുടെ മുമ്പിലായിട്ട് കട്ടിളപ്പടിയുടെ മുകളിലായിട്ട് ഒരു പടം വെച്ചിട്ടുണ്ടായിരുന്നു. ആ പടം ഒരു പടമല്ല, ഒരു സങ്കീർത്തന വാക്യമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. എന്നെ വളരെ കുഴക്കിയൊരു വാക്യമായിരുന്നു അത്. എനിക്ക് ആകെ അറിയാവുന്ന മുട്ട് കാലിൻ്റെ മുട്ട് മാത്രമാണ്. കാലിൻ്റെ മുട്ടുണ്ടാകില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. യേശുവിൽ വിശ്വസിക്കുമ്പോൾ, ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ മുട്ടില്ലാതെ പോകുക എന്ന് പറയുന്നത് ഒട്ടും അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. പക്ഷെ വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്കത് മനസ്സിലായത്. മുട്ടെന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ടെന്നുള്ളത്. ഇംഗ്ലീഷിൽ പറയും ഐ ഷാൽ നോട്ട് വാണ്ട് എന്ന് പറയും. അപ്പോൾ നമ്മൾ നമ്മുടെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അത് എത്ര അറിവുള്ള ആളായാലും അറിവിന് പരിമിതികളുണ്ട്. അറിവിനെ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് പലപ്പോഴും നമുക്കറിയാറില്ല. നമ്മൾ പഠിച്ച വഴിയിൽ കൂടെ മാത്രമേ പോവുകയുള്ളൂ, അപ്പുറത്തും ഇപ്പുറത്തും നോക്കില്ല. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകില്ല. നിക്കോദിമോസിനോ പറ്റിയത് അതുതന്നെയാണ്. അദ്ദേഹം നല്ലവനായിരുന്നു, പക്ഷേ പരീശനായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം നിയമത്തിൻ്റെ വഴിക്ക് പോകണം. വിശ്വാസമായില്ല, നിയമമാണ്. കാരണം അവരുടെ ആധാരമായിട്ടുള്ളത് വേദപുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളാണ്. ഉൽപ്പത്തി മുതൽ ആവർത്തനമടക്കമുള്ള 5 പുസ്തകങ്ങൾ. അതൊരു പ്രത്യേക ഘടനയിലാണ് അത് രൂപപ്പെടുത്തിയിട്ടുള്ളത്, പ്രത്യേകിച്ച് ആവർത്തന പുസ്തകം. പണ്ട് കാലത്ത് ഇസ്രായേലൊക്കെ രാജ്യമായിരുന്ന 2 രാജ്യങ്ങളുണ്ടായിരുന്നു വേദപുസ്തകത്തിൽ. വടക്കൻ ഇസ്രായേൽ എന്ന് പറയുന്നത് വടക്ക് പലസ്തീനിലുള്ളതും യഹൂദ എന്ന് പറയുന്നത് തെക്ക് പലസ്തീനിലുള്ളതുമായിരുന്നു. ഈ വടക്കിലുണ്ടായ ഇസ്രായേൽ വളരെ സമ്പന്നമായിരുന്നു. ഇന്നും അവിടെ ഇസ്രയേൽ താഴ്വരയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം വളരെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ എന്നും അവിടെ മറ്റ് രാജ്യങ്ങളുടെ ആക്രമണം ഉണ്ടാകുമായി. ഏകദേശം 800-കളിൽ 8-ാം നൂറ്റാണ്ടിൽ 722-32 ആ കാലഘട്ടത്തിലൊക്കെ തിഗ്ലത്ത് പിലേസർ എന്ന് പറയുന്ന അസീറിയൻ രാജാവ് ഉണ്ടായിരുന്നു. തിഗ്ലത്ത് പിലേസർ 3-ാമൻ. അദ്ദേഹത്തിൻ്റെ കാലത്തിന് മുമ്പായിട്ട് നവ അസീറിയൻ ഉടമ്പടി എന്ന് പറയുന്നൊരു ഉടമ്പടി ഉണ്ടായിരുന്നു. തോൽക്കുന്ന കീഴടക്കപ്പെടുന്ന രാജ്യങ്ങളുമായിട്ട് ഉണ്ടാക്കുന്ന ഉടമ്പടിയാണ്. ആ ഉടമ്പടിയുടെ പ്രധാന സംഗതി എന്ന് പറയുന്നത് ആദ്യം തന്നെ ആമുഖത്തിലെ അതിൻ്റെ പ്രിയാമ്പിൾ എന്ന് പറയാം. ആമുഖത്തിലെ കുറേ കാര്യങ്ങൾ പറയും. ഞാൻ നിനക്ക് അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നീ എനിക്ക് ഇത്ര തുക കപ്പം തരണം,
എന്നെ മറുത്തു പറയുവാൻ പാടില്ല, എന്നെ എതിർത്ത് കഴിഞ്ഞാൽ ഞാൻ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ചട്ടങ്ങളൊക്കെ ഉണ്ടാക്കും. ആ ചട്ടങ്ങൾക്ക് സാക്ഷികളുണ്ടാവും. പലപ്പോഴും ആ നാട്ടിലെ ദേവന്മാരായിരിക്കും സാക്ഷികൾ. ആ രൂപത്തിലാണ് ആവർത്തന പുസ്തകത്തിൻ്റെ അതിൻ്റെ രചയിതാക്കളുടെ നേതൃത്വത്തിൽ വേദപുസ്തകത്തിലെ പല പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് 5 പുസ്തകങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ നോക്കിയാലും ആവർത്തന പുസ്തകത്തിൽ നോക്കിയാലും ഈ 10 കൽപ്പനകൾ കാണുവാൻ സാധിക്കും. 10 കൽപ്പന എന്ന് പറയുന്ന ആളുകൾക്ക് ഓർത്തിരിക്കാനായിട്ട്, കൈവിരലിലെ 10 ഓർത്തിരിക്കാനായിട്ട് സംഗ്രഹിച്ചിട്ടുള്ള കൽപ്പനകളാണ്. ഈ ദൈവത്തെ മാത്രം നീ ആരാധിക്കാവൂ, അതുപോലെ തന്നെ അങ്ങനെ പറയുന്ന 10 കൽപ്പനകൾ. അതിൽ 4 ദൈവസംബന്ധമായിട്ടുള്ളത്, 6 മനുഷ്യനോട് ബന്ധപ്പെട്ടതുമാണ്. അവിടെ നിയമങ്ങളാണുള്ളത്. പുറപ്പാട് പുസ്തകം വായിച്ചാലും ആവർത്തന പുസ്തകം വായിച്ചാലൊക്കെ നിയമങ്ങളുടെ കണിശത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി നിയമം മറക്കാതിരിക്കാനായിട്ട് ദൈവം മിസ്രൈമിൽ നിന്ന് അവരെ കൊണ്ടുവന്നു എന്ന് ഓർത്തുകൊണ്ട് ആ നിയമം അനുസരിക്കുവാനായിട്ട് യഹോവയിൽ വിശ്വസിക്കുന്നവരെ ഇവിടെ നെറ്റിയിൽ ഒരു പേടകം വെക്കണം. അത് 1-ാമത്തെ നിയമം അതിലുണ്ടായിരിക്കണം. ഇസ്രായേലെ കേൾക്കുക, എൻ്റെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നെന്ന് പറയുന്ന ആ ഭാഗം അവരെ നെറ്റിയിലൊരു പേടകത്തിൽ സൂക്ഷിച്ച് വയ്ക്കും, അല്ലെങ്കിൽ കയ്യുമ്മ കെട്ടി വയ്ക്കും. ഇന്നും പല യഹൂദന്മാരത് ചെയ്യുന്നുണ്ട്. അത് നിയമത്തിൻ്റെ കണ്ണിൽ കൂടെ മാത്രം കാണുന്ന ഒരു ഉടമ്പടിയാണ്. അവിടെ ആചരിക്കേണ്ട നിയമങ്ങളാണ്, മനുഷ്യർക്കല്ല പ്രാധാന്യം. ദൈവത്തിൻ്റെ നിയമം ആചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലലില്ലാതെ പോകാം. മഹാരാജാവ് സാമന്തനെ എന്ത് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, അതുപോലെ ദൈവം ആളുകൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കും. അവൻ രക്ഷിച്ചവരാണ്, മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നവരാണ്. അവർ തമ്മിൽ സ്നേഹം വേണം, ഇതൊക്കെ വേണം. പക്ഷേ നിയമത്തിൻ്റെ പുറത്താണ് ആ ഉടമ്പടി ഉണ്ടാക്കിയിട്ടുള്ളത്. പരീശനായിട്ടുള്ള നിക്കോദെമോസിന് അതായിരുന്നു നിയമം. ആ നിയമം അനുസരിച്ചാൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയമം അനുസരിക്കുന്നതല്ല പ്രധാനപ്പെട്ട കാര്യം. അവിടെ മറ്റൊരു സംഗതി കൂടിയുണ്ട്. ആ മറ്റേ സംഗതി എന്ന് പറയുന്നത്, 2-മതൊരു ഉടമ്പടി നമ്മൾ പഴയ നിയമത്തിൽ കാണും. അത് അധികവും ആവർത്തന പുസ്തകത്തിലൊന്ന് കുറച്ചൊക്കെ കാണുള്ളൂ. പ്രധാനമായിട്ട് കാണുക പ്രവാചക പുസ്തകങ്ങളിലാണ്, പ്രവാചകന്മാരുടെ പുസ്തകങ്ങളാണിത് കാണുക. അത് ഒരു വിവാഹത്തിൻ്റെ ഉടമ്പടിയാണ്. സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വലിയ നിയമങ്ങളൊന്നുമില്ലാത്ത, എല്ലാം ക്ഷമിക്കുവാനും പൊറുക്കുവാനും സാധിക്കുന്ന ഒരു ഉടമ്പടിയാണ്. അവിടെ വലിയ നിയമങ്ങളൊന്നുമില്ല. ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഹോശിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിലെ 19-ാം വാക്യം മുതൽ അവസാനം വരെയുള്ള ഭാഗത്ത് ആ നിയമത്തിൻ്റെ അടിസ്ഥാന ഘടകം പറയുന്നുണ്ട്. വിവാഹ ഉടമ്പടി എന്ന് പറയുമ്പോൾ അത് കുറേ കൂടെ വിപുലീകരിച്ചായിരിക്കും. പക്ഷെ അതിന് ഇവിടെ ഉടമ്പടിയുടെ രൂപത്തിലല്ല അത് കൊടുത്തിരിക്കുന്നത്. ഒരു അംഗീകാരത്തിൻ്റെ രൂപത്തിൽ, ചേർത്ത് പിടിക്കുന്നതിൻ്റെ രൂപത്തിലാണ് ഹോശിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇത് കൊടുത്തിരിക്കുന്നത്. 2-ാം അധ്യായം 19-ാം വാക്യം മുതൽ അവസാനം വരെയാണത് കാണുന്നത്. ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. അതേ നീതിയോടും ന്യായത്തോടും ദയയോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. ഞാൻ വിശ്വസ്തയോടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. നീ യഹോവയെ അറിയുകയും ചെയ്യും. ആ കാലത്ത് ഞാൻ ഉത്തരം നൽകും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആ ഉത്തരം എന്താണ്? ഞാൻ ആകാശത്തിന് ഉത്തരം നൽകും, അത് ഭൂമിക്ക് ഉത്തരം നൽകും. ഭൂമി ധാന്യത്തിനും വീഞ്ഞിനും എണ്ണയ്ക്കും ഉത്തരം നൽകും. അതായത് സമൃദ്ധി ഉണ്ടാകുമെന്നർത്ഥം. അത് ഇസ്രായേലിനും ഉത്തരം നൽകും. ഞാൻ അതിനെ എനിക്കായി ദേശത്ത് വിതയ്ക്കും. കരുണ ലഭിക്കാത്തവളോട്, 1-ാം അധ്യായത്തിലെ ഒരു മകളുടെ പേര് കരുണ ലഭിക്കാത്തവളെന്നാണ്. ലോറുഹാമ എന്ന് പറയുന്ന പേരാണ് കൊടുത്തത്. ഞാൻ കരുണ കാണിക്കും. എൻ്റെ ജനമല്ലാത്തതിനാൽ നീ എൻ്റെ ജനമെന്ന് ഞാൻ പറയും.
ലോ അമ്മി എന്ന്, എൻ്റെ ജനമല്ല, അവരോട് പറയും നീ എൻ്റെ ജനമെന്ന് പറയും. അതാണ് ഈ സ്നേഹത്തിൻ്റെ ഉടമ്പടിയുടെ ഏറ്റവും വലിയ രൂപമെന്ന് പറയുന്നു. കാരണം ഇസ്രായേല് അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ വടക്ക് ഭാഗത്തുള്ള ഇസ്രായേല് തകർച്ചയുടെ വക്കിലാണ്. അവരെ സമൃദ്ധിയിൽ അവർ ഊറ്റം കൊണ്ടു. പക്ഷേ അതിനേക്കാൾ വലിയ രാജ്യം വന്നപ്പോൾ അവരൊന്നുമില്ലാതായി. അവരെ വേറെ ദേവന്മാരെ ആരാധിക്കുവാൻ തുടങ്ങി. പ്രത്യേകിച്ച് ബാൽ ദേവനെ, ബാൽ ഹദദ് എന്ന് പറയുന്ന ദേവനെ അവർ ആരാധിക്കാൻ തുടങ്ങി. അപ്പോൾ അവരുടെ പാപങ്ങളെ മോചിച്ചുകൊണ്ട് കർത്താവ് അവരെ ചേർത്ത് കൊള്ളുന്നതാണ് കാണുന്നത്. അവരുടെ നിരാശയുടെ അവസ്ഥയിൽ, പ്രതിസന്ധിയുടെ അവസ്ഥയിലൊക്കെ ദൈവം അവരെ ചേർത്ത് കൊള്ളുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഞാനിവിടെ വായിച്ചത്. ദൈവത്തോട് അവർ വളരെയധികം ദോഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അവരെ ചേർത്ത് കൊള്ളുന്നത് ഇവിടെ നാം വായിക്കുന്നുണ്ട്. അത് സ്നേഹത്തിൻ്റെ ഉടമ്പടിയാണ്. ആ ഉടമ്പടിയാണ് നമ്മൾ വാസ്തവത്തിൽ പുതിയ നിയമത്തിൽ ഉടനീളം കാണുന്നത്. ആദ്യത്തെ മഹാരാജാവ് സാമന്തനോട് ചെയ്യുന്ന കരുണ കാണിക്കാത്ത കർശന ബുദ്ധിയുള്ള നിയമം പാലിച്ചിരുന്ന നിക്കോദിമോസിൻ്റെ ഉടമ്പടിയല്ല. പുതിയ നിയമം, പുതിയ ഉടമ്പടി എന്ന് പറയുന്നത് ഈ ഉടമ്പടിയാണ്. പ്രവാചകന്മാരുടെ പുസ്തകത്തിലെ ഉള്ള ഉടമ്പടിയാണ്. അതാണ് നിക്കോദിമോസിന് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയത്. ആ ഉടമ്പടി പ്രകാരം അവിടെ നിയമങ്ങളില്ല, എന്തൊക്കെ ചെയ്യണമെന്ന് പറയുന്നില്ല. ദൈവം കരുണ നൽകി, കൃപ നൽകി, സ്നേഹം നൽകി അവർ പരിപാലിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ കാണുന്നത്. അതിനു മുമ്പായിട്ട് ഒരു ഉടമ്പടിയുണ്ട്. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ പുതിയ നിയമം എന്ന് പറയുന്ന ഒരു ഉടമ്പടിയുണ്ട്. പുതിയ ഉടമ്പടി എന്നാണ് അതിൻ്റെ അർത്ഥം. അത് യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 31-ാം അധ്യായം 33-ാം വാക്യം മുതൽ 34-ാം വാക്യം അടക്കമുള്ള ഭാഗം. അത് വേഗം വാക്യം പ്രധാനപ്പെട്ടതായതുകൊണ്ട്. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവ്രതം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കുകയില്ലെന്ന് യഹോവയുടെ അരുളപ്പാട്. കയ്യുമ്മ കെട്ടും തലയിൽ നെറ്റിമ കെട്ടൊന്നും വേണ്ട, ഉള്ളിലാക്കി കൊടുക്കും. സ്നേഹത്തിൻ്റെ ഉടമ്പടിയാണത്. ഇവിടെ യഹൂദ എന്ന് പറയുന്ന രാജ്യത്തിലെ പ്രധാനപ്പെട്ടവരെയൊക്കെ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. പ്രവാസത്തിൻ്റെ ദുരനുഭവത്തിലിരിക്കുന്നവർക്ക് കൊടുക്കുന്ന ദൂതാണ് യെരമ്യാ പ്രവാചകൻ. അവിടെ നിയമത്തിൻ്റെ നൂലാമാലകൾ നോക്കി അവർ ശിക്ഷിക്കുക എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം. അവിടെ പ്രധാനപ്പെട്ട കാര്യം അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 40-ാം അധ്യായത്തിൽ 2-ാം യെശയ്യാവ് എന്ന് തന്നെ പറയും. അവിടെ ആശ്വസിപ്പിപ്പിൻ എൻ്റെ ജനത്തെ ആശ്വസിപ്പിപ്പിൻ എന്നാണ് അവിടെ പറയുന്നത്. അവരുടെ വേദനയുടെ കാലം കഴിഞ്ഞു, ഇനി അവർക്ക് ദൈവത്തിൻ്റെ ആശ്വാസം കിട്ടുന്നുള്ളതാണ്. അതാണ് യേശുക്രിസ്തു പുതുജീവൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഴയ മനുഷ്യനെ നിയമത്തിൻ്റെ നിബന്ധനകൾക്ക് അകത്ത് ജീവിക്കേണ്ടി വന്നുവെങ്കിൽ പുതിയ മനുഷ്യനെ, ക്രിസ്തുവിൽ ഉയർത്ത പുതിയ മനുഷ്യനെ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇതേ കാര്യം തന്നെ എബ്രായ ലേഖനത്തിലെ 8-ാം അധ്യായത്തിൽ 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. യെരമ്യാ പ്രവാചകൻ്റെ 31-ാം അധ്യായത്തിലെ 31 മുതൽ 34 വരെയുള്ള ആ പുതിയ നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. മുഴുവനും ഞാൻ വായിക്കുന്നില്ല. 8-ാം അധ്യായം എബ്രായക്കെതിരെ 8-ാം അധ്യായം 6 മുതൽ 13 വരെയുള്ള വാക്യം. അവിടെ പറയുന്ന കാര്യം, ഒന്നാമത്തെ നിയമത്തിന് പ്രസക്തി ഉണ്ടായില്ല, അതുകൊണ്ട് രണ്ടാമതൊരു നിയമം ആവശ്യമായിരുന്നു. അതാണ്
ക്രിസ്തുവിലെ പുതിയ നിയമമായിട്ട് വന്നിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. പുതിയ ഉടമ്പടിയായിട്ട് വന്നിട്ടുള്ളത്. ആ ഉടമ്പടി എന്ന് പറയുന്നത് ഈ സ്നേഹത്തിൻ്റെ ഉടമ്പടിയാണ്. അവിടെ എഫെസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ഭർത്താക്കന്മാരും ഭാര്യമാരും കുറച്ച് ഇന്നത്തെ കാലത്തേക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമുള്ളൊരു വാക്യമാണെങ്കിൽ തന്നെ, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടുകൂടി ജലസ്ഥാനത്തെ വെടിപ്പാക്കി വിശുദ്ധീകരിക്കുകയും ചുളുക്കം കറ മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കമായി തനിക്ക് തന്നെ തേജസ്സോടെ നിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. മണവാട്ടിയായ സഭയ്ക്ക് കൊടുക്കുന്നത് തന്നെ തന്നെയാണ്. അവളുടെ ഏകോപനത്തിനായിട്ടും ദൗത്യത്തിനായിട്ട് മുന്നേറുവാനായിട്ട് പഴയതൊക്കെ മായ്ച്ചു കളഞ്ഞുകൊണ്ട് സ്വയം യാഗമായിട്ട് അർപ്പിക്കുന്ന യേശുക്രിസ്തുവിനെയാണ് ഈ സ്നേഹത്തിൻ്റെ ഉടമ്പടിയിൽ നാം കാണുന്നത്. അവിടെ ഹോശേയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എല്ലാം മറക്കുന്ന, പഴയതൊക്കെ മറക്കുന്ന, ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ അതേ പ്രതിരൂപമാണ് ഇവിടെ യേശുക്രിസ്തു. സഭയ്ക്ക് വേണ്ടി സഭയുടെ മണവാളനായിട്ടിരിക്കുമ്പോൾ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അതേ കർത്താവിനെ നാം ഇവിടെ കാണുന്നുണ്ട്. അവിടെ നിയമത്തിൻ്റെ ഉടമ്പടിയല്ല, നിക്കോദിമോസിൻ്റെ ഉടമ്പടിയല്ല, ഉടമ്പടി വേറെയാണ്. വെളിപാട് പുസ്തകത്തിൽ അതിൽ വളരെ ഭംഗിയായിട്ട് അവിടെ പറയുന്നുണ്ട്. വെളിപാട് പുസ്തകം 19 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന്, സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാറിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുഭവും ശുഭ്രവുമായ വിശേഷവസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷവസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. നീതിയോടുകൂടിയാണ് ആ മണവാട്ടിയെ വസ്ത്രം ധരിപ്പിക്കുന്നത്. പിന്നെ അതിൻ്റെ പരിസമാപ്തി വരുന്നത് വെളിപാട് പുസ്തകം 21-ാം അധ്യായം 2-ാം വാക്യത്തിൽ മുതലുള്ളതാണ്. ഞാൻ പുതിയ 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. എന്ത് സമുദ്രമില്ല എന്ന് പറയണേ? അന്ന് കാലത്ത് ഏറ്റവും ഭയാനകമായിട്ട് സമുദ്രമാണ്. അവിടെ പോയാൽ ചിലപ്പോൾ തിരിച്ചു വരില്ല എന്ന് ഉള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ചില ഇതിഹാസങ്ങളൊക്കെ അതിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ സമുദ്രത്തിൻ്റെ ഭീഷണി പോലും ഉണ്ടാകാത്ത ഒരു സമയമായിരിക്കും. പുതിയ ആകാശവും പുതിയ ഭൂമി. അതിൻ്റെ അർത്ഥം പുതിയ ഭൂമി ഉണ്ടാവും, പുതിയ ആകാശം ഉണ്ടാവുന്നില്ല. നിലവിലുള്ള സാഹചര്യങ്ങൾ മാറിയിട്ട്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, പീഡനങ്ങൾ അവസാനിച്ചിട്ട് ഒരു പുതിയ അനുഭവത്തിലേക്ക് ക്രിസ്തീയ സഭ കടക്കുമെന്നുള്ളതാണ് അവിടെ പറയുന്നത്. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. പുതിയ യെരുശലേം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് സഭയാണ്. പലപ്പോഴും വാക്കുകൾ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല ഉപയോഗിക്കും. ഇപ്പോൾ ബാബിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാബിലോൺ അല്ല, റോമാ സാമ്രാജ്യമാണ്, റോമാണ്. അനർത്ഥത്തിൻ്റെ, അനീതിയുടെ പ്രതീകമായിട്ട് മുൻപ് നിന്നിരുന്ന ബാബിലോൺ, യഹൂദന്മാർക്ക് നിന്നിരുന്ന ബാബിലോൺ പിന്നീട് ക്രിസ്തീയ വിശ്വാസികൾക്ക് അത് റോമായിട്ടാണ് പരിണമിക്കുന്നത്. അതുപോലെ തന്നെ പുതിയ യെരുശലേം എന്ന് പറയുന്നത് യെരുശലേം അല്ല, സഭയാണ്. സഭ എന്ന മണവാട്ടി ഈ പുതിയ ആകാശം പുതിയ ഭൂമിയിൽ മണവാട്ടിയെ പോലെ ഒരുങ്ങിക്കൊണ്ട്, പണ്ടുകാലത്ത് ഈ ക്യാപിറ്റൽ സിറ്റിയെ, തലസ്ഥാന നഗരങ്ങളെ സ്ത്രീയായിട്ട് ചിത്രീകരിക്കുന്നൊരു പതിവുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ യെരമ്യാ പ്രവാചകൻ്റെ ശേഷം, വേദപുസ്തകത്തിൽ യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം ശേഷം വരുന്ന വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ സ്ത്രീയായിട്ടാണ് ഈ യെരുശലേമിനെ ഉപമിച്ചിരിക്കുന്നത്. നമുക്ക് പലപ്പോഴും ആശയക്കുഴപ്പം വരും, ഇത് ഏത് സ്ത്രീയെ ഉദ്ദേശിക്കുന്നത്? അതിന് പിന്നാലെ വരും യെരുശലേമിലെ ആളുകളെക്കുറിച്ചൊക്കെ പറയും. പക്ഷെ ഉദ്ദേശിക്കുന്നത് യെരുശലേമിനെ കുറിച്ചാണ്. തകർന്നിരിക്കുന്ന യെരുശലേമിനെ കുറിച്ചുള്ള വിലാപമാണ് അത്. വാസ്തവത്തിൽ ഈ 586 BC യെരുശലേം നഗരം തകർത്ത് കളഞ്ഞപ്പോൾ അതിനെക്കുറിച്ചുള്ള വിലാപങ്ങളാണ് നമ്മൾ കാണുന്നത്. പണ്ട് കാലത്തെ ആളുകളൊക്കെ വിലപിക്കും, മരിച്ചു കഴിഞ്ഞാൽ വിലാപക്കാരുണ്ടായിരുന്നു. അതുപോലെ വിലാപം കഴിക്കുന്ന അവസ്ഥയിലാണ്. ഇവിടെ വിലാപമല്ല, ഇവിടെ മഹത്വ വസ്ത്രം ധരിപ്പിക്കുന്ന, നീതിയുടെ വസ്ത്രം ധരിപ്പിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവർ അവനോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും. പക്ഷേ പ്രവാചക പുസ്തകവും
യെരമ്യാ പ്രവാചകന്റെ പുസ്തകം വീണ്ടും ആവർത്തിക്കുന്നു. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടി ഇരിക്കും. അവർ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയും. നിക്കോദിമോസിൻ്റെ സംശയം പോലെ തന്നെയാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഒരു ന്യായശാസ്ത്രി വന്ന് ചോദിക്കുന്നത്. ന്യായശാസ്ത്രി കർത്താവിനോട് ചോദിക്കുന്ന, ന്യായശാസ്ത്രി ഏറ്റവും നല്ല കൽപ്പന ഏതാണെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് എന്നോട് പറയും, നീ പറയാൻ പറയും. അപ്പം നിൻ്റെ ദൈവമായ കർത്താവ് നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെയൊക്കെ സ്നേഹിക്കണമെന്ന് പറയും. രണ്ടാമത്തെ കൽപ്പന ഉടനെ പറയും, അയൽക്കാരൻ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ളത്. കാണാതെ പഠിച്ചു വെച്ചിട്ടുള്ള കൽപ്പനകളാണ്. ദൈവത്തോടുള്ള സ്നേഹം വേണമെന്നോ അയൽക്കാരനോടുള്ള സ്നേഹം വേണമെന്നോ അന്ന് ന്യായശാസ്ത്രിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നിയമം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ വരുമെന്നാണ് വിശ്വസിച്ചിരുന്നത്. രണ്ടാമത് ചോദിക്കും, എൻ്റെ അയൽക്കാരൻ ആരാണെന്ന് ചോദിക്കും. വന്ന ഉത്തരം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഉത്തരമാണ്. ഒരു യഹൂദനായിട്ടുള്ളവന് ശമര്യൻ എന്ന് കേൾക്കുമ്പോൾ കലി കയറും. വാസ്തവത്തിൽ രണ്ടുപേരും ഒരു ദൈവത്തെയാണ് ആരാധിച്ചിരുന്നതെങ്കിലും അവർക്ക് തമ്മിൽ സഹിക്കാൻ സാധിക്കില്ല. ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലങ്ങളൊക്കെ ഉണ്ട്. കർത്താവ് നല്ല ശമര്യക്കാരൻ്റെ കഥ പറയുന്ന സമയത്ത് അവിടെ ഉദ്ദേശിക്കുന്നത് പഴയ ഉടമ്പടിയല്ല, എബ്രായ ലേഖകൻ പറയുന്ന പുതിയ ഉടമ്പടിയാണ്. അവിടെ ശമര്യക്കാരനെന്നോ ന്യായശാസ്ത്രി എന്നോ യഹൂദനെന്നോ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ യവനനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ പൗരനെന്നോ അടിമയെന്നോ ഒരു വ്യത്യാസമൊന്നുമില്ല. അവിടെ എല്ലാവരും ഒന്നാണ്. നമ്മൾ എഫെസ്യ ലേഖനത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടിൽ നമ്മൾ വിചാരിക്കും ഈ 10 കൽപ്പനകൾ വീണ്ടും ചുരുക്കി 2 എൻ്റെ മനസ്സിലും അതുണ്ടായിരുന്നു. പക്ഷേ ഉദ്ദേശിക്കുന്നത് ഈ കൽപ്പനകളേ അല്ല. ഉദ്ദേശിക്കുന്നത് 2 കൽപ്പനകൾ. ഒന്ന്, ദൈവത്തോടുള്ള സ്നേഹത്തിൽ വസിക്കണം, ദൈവത്തിൻ്റെ ആത്മാവോടുള്ള വിധേയത്വത്തിൽ വസിക്കണം. അപ്പോഴാണ് കൃപയും കരുണയൊക്കെ കിട്ടുന്നത്. സ്നേഹത്തിൻ്റെ ആത്മാവ് വസിച്ചുകൊണ്ട് എൻ്റെ അയൽക്കാരനെന്ന് ആരാണ് ചോദിക്കാനായിട്ട് ഇടവരില്ല. ഇതാണ് വാസ്തവത്തിലെ പുതുജീവൻ്റെ അനുഭവം എന്ന് പറയുന്നത്. നമ്മുടെ മുന്നിലെ നമ്മൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ്, മാമോദിതയിൽ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവമാണ് ഇതാണ്. നമ്മുടെ ദൗത്യം അതാണ്. വിദ്വേഷങ്ങൾ വയ്ക്കാതെ പഴയത് മറക്കുവാനായിട്ടും പിന്നിമ്പുകൾ ഇല്ലാതാക്കുവാനായിട്ടും അസൂയയും പകയുമൊക്കെ മാറ്റിക്കൊണ്ട് മുന്നോട്ടുള്ള ജീവിതം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, നേരത്തെ പറഞ്ഞല്ലോ, ഏക കർത്താവ്, ഏക സഭ, അതിൻ്റെ ഉള്ളിൽ ഭിന്നിപ്പുകളൊന്നും പാടില്ല. പുതുജീവൻ്റെ അനുഭവത്തിൽ കൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ ആ ദൗത്യം നിറവേറ്റുവാൻ നമ്മൾ വിളിച്ചിരിക്കുന്നത് സ്നേഹത്തോടെ വസിക്കുവാനായിട്ടാണ്. അവിടെ 2-3 കൂട്ടങ്ങളുണ്ടാകാൻ പാടില്ല. അവിടെ വേണ്ടത് ഒരു സഭയാണ്. ഒരു സഭ എന്ന് പറയുമ്പോൾ കാതോലിക സഭ എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ ഓരോ സഭകളിലും, അന്ന് ലോക്കൽ സഭകളുണ്ടായിരുന്നു ഞാൻ പറഞ്ഞുവല്ലോ, ആ സഭകളൊക്കെ ഒരു മനസ്സോടുകൂടെ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ പുതുജീവൻ്റെ അനുഭവത്തിലേക്ക്, സ്നേഹത്തിൻ്റെ ഉടമ്പടിയിലേക്ക് നമുക്ക് കടക്കുവാൻ സാധിക്കും. പലപ്പോഴും നമുക്ക് അതിന് സാധിക്കാതെ പോകാറുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അതുപോലെ തന്നെ ധൂർത്തുപുത്രൻ്റെ കഥ, നമ്മൾ സാധാരണ മുടിയനായ പുത്രൻ്റെ കഥ എന്നാണ് പറയുക, ഉപമ. അവിടെയും ഈ സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ അനുഭവമാണ്. മൂത്തപുത്രൻ വളരെ കണിശമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവനാണ്. പക്ഷേ രണ്ടാമത്തവൻ എല്ലാം നശിപ്പിച്ച് പ്രതീക്ഷയില്ലാതെ അവസാനം ആകെ ഒരു ചെറിയ പ്രതീക്ഷയുള്ളൂ, ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ അപ്പൻ്റെ കൂലിക്കാരനാവാൻ ഒരുപക്ഷെ സമ്മതിച്ചേക്കാം. പക്ഷെ വരുമ്പോൾ അപ്പൻ അവനെ വിശേഷമായ വസ്ത്രമൊക്കെ ധരിപ്പിച്ച്, അവൻ മൂത്തവൻ കാണുന്നുണ്ട്, അവൻ നിയമത്തിൻ്റെ ആളാണ്, ഉദ്ദേശിച്ചിട്ടുള്ളത് തന്നെയാണ്. മൂത്തവനെ പ്രതിനിധീകരിക്കുന്ന നിയമത്തിൻ്റെ ആളായിട്ടാണ്. അവനിതൊന്നും ദഹിക്കുന്നില്ല. പതിവിൽ വിട്ടാണ് പിതാവ് പ്രതികരിക്കുന്നത്.
അവൻ ചോദിച്ചിട്ട് കൊടുക്കാതെ തടിപ്പിച്ച കാളക്കുട്ടിയാണ് അവിടെ അറക്കുന്നത്. കാരണം അവിടെ സ്നേഹത്തിനാണ് പഴയതൊക്കെ മറന്നു പിതാവ്. ഈ ധൂർത്തപുത്രനെ സ്വീകരിച്ചുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മൂത്തവനോട് പറയുകയാണ്, നിനക്കൊക്കെ ഞാൻ ഇതൊക്കെ തന്നിട്ടുണ്ട്, ഇവനൊന്നുമില്ല, ഇവനൊക്കെ നഷ്ടപ്പെട്ടവനാണ്, അവനെ ഞാൻ കാണാത്തതിനെ തിരികെ എത്തിക്കുവാനാണ് കർത്താവ് വന്നതെന്ന് പറയുന്നുണ്ട്. അത് സ്നേഹത്തിൻ്റെ ഭാഷയാണ്. ഹോശിയ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ആ വധു ഓടിപ്പോയതുപോലെ ഓടിപ്പോയ വധുവിനെ തിരിച്ചു കൊണ്ടുവന്ന് സ്വീകരിക്കുന്നത് പോലെയുള്ള സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് സഭയുടെ ദൗത്യമായിട്ടുള്ളത്. കാണാതെ പോയതിന് തേടിയെടുക്കുവാനായിട്ടും വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഒരുപോലെ മിഞ്ഞാന്ന് വന്ന തറയിൽ പിതാവ് പറഞ്ഞു, സുറിയാനിക്കാരെ എന്തോ ഭാഗ്യം കൊണ്ട് ഇന്ന് എന്ന് സഭയായിട്ട് നിൽക്കുന്നതാണ്. കാരണം ദൗത്യങ്ങളൊന്നും അവർക്കുണ്ടായിരുന്നില്ല, ഉള്ള കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുക. അത് ഒരു കാര്യം കൂടി പറഞ്ഞു, അമ്മമാരെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ ഈ സഭ ഉണ്ടാവില്ലായിരുന്നു പറഞ്ഞു. പലപ്പോഴും നമുക്ക് വിശ്വാസത്തിൻ്റെ സത്തയെ ഉൾക്കൊള്ളുവാൻ സാധിക്കാറില്ല. ഏറ്റവും കൂടുതൽ കലഹിക്കുന്നത് സുറിയാനിക്കാരാണ്. തമ്മിലുള്ള ഐക്യമില്ലാതെ കലഹിക്കുന്ന ഒരു വംശമായിട്ട് പുതുജീവൻ്റെ ദൗത്യം ഏറ്റെടുക്കുവാൻ സാധിക്കാതെ കലഹിക്കുന്ന ഒരു കൂട്ടമായിട്ട് നമ്മൾ മാറുമ്പോൾ ഓർക്കേണ്ട കാര്യം, ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത് അതിനൊന്നുമല്ല, സ്നേഹത്തിൻ്റെ ഉടമ്പടിയിൽ ജീവിക്കുവാനായിട്ട് പുതുജീവൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുവാനുമായിട്ടാണ്. അത് നമുക്ക് മനസ്സിലാകാതിരിക്കുന്നെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള ഭാഗത്ത് നാം കാണും. അതൊരു ഐക്യത്തിൻ്റെ പ്രാർത്ഥനയാണ്. അത് നമ്മൾ മുഴുവനായിട്ട് കേൾക്കണം. കാരണം അതാണ് ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ഉള്ള ദൗത്യമായിട്ട് കാണുന്നത്. കർത്താവ് പിതാവുമായിട്ട് ഒന്നായിരിക്കുന്നത് പോലെ അവൻ വിശ്വസിക്കുന്നതിൽ ഒന്നായി തീരുവാനായിട്ടുള്ള സ്വപ്നമാണ് ആ പ്രാർത്ഥന. പ്രാർത്ഥന തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും തമ്മിലാകേണ്ടതിന് തന്നെ. ഏക സഭ എന്നുള്ള കാഴ്ചപ്പാട്, ഏക ദൈവത്തിന് ഏക സഭ. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകമറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടത് തന്നെ. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഭാഗമാണിത്. 17-ാം അധ്യായത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള അധ്യായമാണത്. ഐക്യത്തിൻ്റെ വാക്യങ്ങളടങ്ങിയ അധ്യായമാണ്. അത് കഴിഞ്ഞ് എഫ്.എസ്. ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 14 മുതൽ 16 വരെയുള്ള ഭാഗത്ത് 2 കാര്യങ്ങളാണ് പറയുന്നത്. അവൻ വേർപാടിന് ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടുച്ചിവർ ഇടിച്ചു കളഞ്ഞ് സമാധാനമുണ്ടാക്കിക്കൊണ്ട്. ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ മാത്രമല്ല, അന്ന് കാലത്ത് റബ്ബിമാരുടെ വ്യാഖ്യാനങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. പലപ്പോഴും അത് ആ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ വ്യത്യസ്തമായിരുന്നു. യേശുവിൻ്റെ കാലത്തൊന്നും എഴുതപ്പെട്ടിട്ടില്ല, പിന്നീടാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. പക്ഷേ വ്യാഖ്യാനങ്ങൾ അടങ്ങിയ നിഷ്കർഷതയോടുള്ള ആ ന്യായപ്രമാണം അത് ഇല്ലാതാക്കിക്കൊണ്ട്, അതിൻ്റെ ശത്രുത്വം ഇല്ലാതാക്കിക്കൊണ്ട് വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞെന്നാണ്. ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വമില്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ അവൻ ദൂരത്തായിരുന്നു നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാന പിതാവെങ്കിലേക്ക് പ്രവേശനമുണ്ട്. അതുപോലെ തന്നെ എഫ്.എസ്. ലേഖനം 4 മുതൽ 6 വരെയുള്ള ഒരു ഭാഗം ഞാൻ വായിക്കാം. 5-ാം വാക്യം: കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നതിനും എല്ലാവരും ഇരിക്കുന്നതിനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അവിടെ യഹൂദനും യവനനുമെന്നില്ല, ആണും പെണ്ണുമെന്നില്ല, ധനവാനും ദരിദ്രനെന്നില്ല, ദാസനെന്നില്ല, സ്വതന്ത്രനെന്നില്ല, പൗരനെന്നില്ല.
അന്ന് കാലത്ത് പൗരത്വം സാമ്പത്തികമായിട്ട് നേട്ടമുള്ളവർക്ക് മാത്രമേ റോമിൽ കൊടുത്തിരുന്നുള്ളൂ. ഇത് ഈ സഭ എന്ന് പറയുന്നത് നിശ്ചല ജലം പോലെയല്ല, അത് പ്രവർത്തിക്കുമ്പോഴാണ് വളരുന്നത്. അത് വളരണമെങ്കിൽ നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാകും. ആദിമസഭയിൽ വളരാൻ കാരണം അവർക്ക് സമ്പത്തുണ്ടായിരുന്നില്ല, പ്രതിസന്ധികളേറെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. എല്ലാവരും ദൈവത്തിൻ്റെ രാജ്യത്തിൽ അംഗങ്ങളാകണം, ഈ സഭയിൽ അംഗങ്ങളായിക്കൊണ്ട് അല്ലെങ്കിൽ വിശ്വാസികളായിക്കൊണ്ട് ലോകത്തെ മാറ്റിമറിക്കുവാനായിട്ട്, റോമാ സാമ്രാജ്യത്തെ മാറ്റിമറിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സുവിശേഷം, സ്നേഹത്തിൻ്റെ ഉടമ്പടി അത് പരത്തണമെന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. പലരും ജീവൻ കളഞ്ഞിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട്. അതിനു വേണ്ടി നാളെ ഒരു നല്ല ലോകം പിറക്കും, പുതിയ ആകാശവും പുതിയ ഭൂമിയും പിറക്കുമെന്നുള്ള ആ വിശ്വാസം. ഒരു ദർശനമുള്ള സഭയായിരിക്കും. കാലാകാലങ്ങളിലെ ദർശനങ്ങളിൽ വ്യത്യാസം വരും, വിശ്വാസം മാറില്ല, പക്ഷേ ദർശനങ്ങളിൽ വ്യത്യാസങ്ങൾ വരും. ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കാലഘട്ടത്തിലും ചെയ്യാവുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സഭയുടെ ദൗത്യം. അതെല്ലാ കാലത്തും ഒരേ ദൗത്യമായിരിക്കുകയില്ല. അന്ന് കാലത്ത് പീഡനങ്ങളുടെ കാലഘട്ടമായിരുന്നു, പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് പലപ്പോഴും പീഡനങ്ങളില്ലാത്ത ഒരു കാലഘട്ടമാണെങ്കിലും സഭയുടെ ദൗത്യത്തെ മറക്കുന്ന ഒരു കാലഘട്ടമാണ്. യേശുക്രിസ്തു നൽകിയത് സ്നേഹം നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തിന്. അന്ന് കാലത്ത്, കർത്താവിൻ്റെ കാലത്ത് എല്ലാം ശുഭമൊന്നും ആയിരുന്നില്ല. അനേക ആളുകൾ പട്ടിണിയിലും പരിവട്ടത്തിലും കഴിഞ്ഞവരുണ്ടായിരുന്നു. സ്നേഹം കിട്ടാത്ത ആളുകളുണ്ടായിരുന്നു. ഇവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കർത്താവ് സ്നേഹത്തിൻ്റെ ഭാഷ പഠിപ്പിച്ചു കൊടുത്തത്. യഹൂദനും ശമര്യനും ചുങ്കക്കാരനും വേശ്യയും എല്ലാവരും ഒരുപോലെ ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്നുള്ള അറിവ് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്ന അറിവാണ്. പക്ഷെ നമ്മളത് മറന്നുപോയി. പലരും വ്യത്യസ്തരാണെന്ന് വിചാരിച്ചുകൊണ്ട്, ആരും കർത്താവിൽ ഒന്നല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നൊരു കാലഘട്ടത്തിൽ ഈ കാര്യം യഹൂദ വിശ്വാസത്തിലുള്ളതാണ്. മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വന്നപ്പോൾ അവർക്ക് ദാസ്യം എന്താണെന്ന് അവർക്കറിയാം. പക്ഷേ യേശുവാണ് ഈ വിശ്വാസം, ഈ അനുഭവം അത് കനൽ മൂടി കിടക്കുകയായിരുന്നു, അതിൽ ചാരം മൂടി കിടക്കുകയായിരുന്നു കനൽ. അതിനെ ഊതി ജ്വലിപ്പിച്ചത് യേശുവാണ്. അതുകൊണ്ട് ഒരേ ദൈവത്തെ ആരാധിക്കുന്ന യഹൂദനും ശമര്യരും കണ്ടാൽ മിണ്ടുവാൻ മടിക്കുന്ന ആ കാലഘട്ടത്തിൽ യേശു ശമര്യയിൽ പോയിട്ട് അവിടെ അത്ര നല്ല പേരൊന്നുമില്ലാത്തൊരു സ്ത്രീയുടെ കയ്യിൽ നിന്നാണ് വെള്ളം വാങ്ങിച്ചു കുടിക്കുന്നത്. എന്തുകൊണ്ട്? ഈ സ്നേഹത്തിൻ്റെ ഉടമ്പടിയെ ഓർത്തുകൊണ്ട്, എല്ലാവരും ദൈവത്തിൽ ഒന്നാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് യേശു. അതിനേക്കാട്ടിൽ ഒരു പടി കൂടെ പൗലോസ് അപ്പോസ്തലൻ പോയി. അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞില്ല, പലയിടത്തൊക്കെ സഞ്ചരിച്ചുകൊണ്ട് യഹൂദന്മാർ, അന്ന് കാലത്തൊരു നിബന്ധനയുണ്ടായിരുന്നു, യഹൂദന്മാരെ ആയിട്ട് വേണം സഭയിൽ ചേരുവാനായിട്ടെന്ന്. അതായത് പരിച്ഛേദന കർമ്മം കഴിഞ്ഞ് വേണം അവരെ ക്രിസ്തീയ സഭയിൽ അംഗമാകാൻ. ഒരു കാലഘട്ടത്തിലും ഈ ക്രിസ്തീയ സഭ അന്ന് ആ കാഴ്ചപ്പാട് വെച്ച് നിങ്ങൾ വളരുകയില്ലായിരുന്നു. കാരണം യഹൂദ മതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി അതില്ലാതെ പോകുമായി. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ ശക്തമായിട്ട് വാദിച്ചു. എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ശക്തമായിട്ട് വാദിച്ചവർ അപ്പോസ്തല പ്രവൃത്തി 15-ാമത്തെ നമുക്ക് കാണുന്നുണ്ട്. അപ്പോസ്തലന്മാരും മൂപ്പന്മാരൊക്കെ കൂടി വന്ന സമയത്ത് അവർ പച്ചക്കൊടി കാണിച്ചു. കർത്താവിൻ്റെ ഇഷ്ടം അതാണെന്ന് പത്രോസിന് മനസ്സിലായി. പത്രോസ് അത്ര എളുപ്പത്തിൽ അങ്ങനെ അഭിപ്രായം മാറ്റുന്ന ആളല്ല. പക്ഷെ അവനൊരു ദർശനം ഉണ്ടായി. ആ ദർശനത്തിൽ നമുക്കറിയാം, ഒരു തുപ്പട്ടി ഇറങ്ങി വന്ന് അവനോട് പറയുന്നുണ്ട്, അശുദ്ധമായിട്ടുള്ള മൃഗങ്ങളും ഇഴജന്തുക്കളൊക്കെ അതിലുണ്ടായിരുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് ഭക്ഷിച്ചോളാൻ പറഞ്ഞു. അവന് വിശപ്പ് വന്നപ്പോൾ. പക്ഷെ അവനതൊരു സൂചനയായിട്ട് എടുത്തുകൊണ്ട് പിന്നാലെ വന്ന കൊർന്നല്യോസിനെ, വിജാതീയനാണ്, ശതാധിപനാണ്, പക്ഷെ വിജാതീയനാണ്, അവനെ സ്നാനം കൊടുത്തുകൊണ്ട് അവൻ വിശ്വാസികളുടെ സമൂഹത്തിലേക്ക് കൂട്ടുകയാണ് ചെയ്തത്. ദർശനമുള്ള സഭയ്ക്ക്, കാലങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്നൊരു സഭയ്ക്ക് മാത്രമേ നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ.
ഗ്രീക്ക് ഭാഷയിൽ അഗാപ്പെ എന്ന് പറയുന്നൊരു വാക്കുണ്ട്. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന ആ ഭാഗത്ത് ഉപയോഗിക്കുന്ന വാക്കാണ്. കുറേ തവണ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് പല സമൂഹങ്ങളിലും അഗാപ്പെ എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹവിരുന്ന് മാത്രമാണ്. സ്നേഹവിരുന്നല്ല അത്. സ്നേഹവിരുന്ന് അതിൻ്റെ കൂടെയുണ്ട്. പക്ഷെ അതിനെ അപ്പുറമായിട്ട് പൗലോസ് അപ്പോസ്തലനെ കാണുന്നത് എല്ലാ വരങ്ങളെക്കാളും ഉപരിയായിട്ട്, വിശ്വാസത്തെക്കാളും പ്രത്യാശയേക്കാളും ഉപരിയായിട്ട് ആണ് ഈ അഗാപ്പയുടെ, ഈ സ്നേഹത്തിൻ്റെ സ്ഥാനം. സ്നേഹമില്ല എങ്കിൽ നിങ്ങൾക്ക് ആ 13-ാം അധ്യായം മുഴുവൻ അറിയാവൂ. ഇതെല്ലാവരും ഏതുമില്ല. എത്ര കഴിവുണ്ടായാലും സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, പരസ്പരം കരുതാൻ കഴിഞ്ഞില്ലെങ്കിൽ, പരസ്പരം പങ്കുവയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഒരുമിച്ച് മുന്നേറാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ വ്യർത്ഥമാണ്. അതാണ് ഈ സ്നേഹത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത്, സ്നേഹത്തിൻ്റെ ഉടമ്പടി എന്ന് പറയുന്നത്. അത് നേരത്തെ പറഞ്ഞ പോലെ വേർപാടിൻ്റെ നടിച്ചുവറിടിക്കുന്നതാണ്. അവിടെ വേറുകൂറുകളില്ല. എല്ലാവരെയും ഒരുപോലെ കാണുവാനായിട്ട് സാധിക്കുന്ന ഒരവസ്ഥയാണ് ഈ അഗാപ്പെ എന്ന് പറയുന്നത്. അതിനൊരു ചെറിയ ഉദാഹരണം ഞാൻ പറയട്ടെ. ഒരു കാലത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം തൻ്റെ കാലത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് എങ്ങനൊരു ക്രിസ്തീയ വിശ്വാസിയായിട്ട് പ്രതികരിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് സ്വന്തം ജീവൻ പോലും വെടിഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. 2-ാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മനിയിലെ യഹൂദന്മാരെ വേട്ടയാടിപ്പെട്ടുകൊണ്ടിരുന്ന കാലം, എല്ലാവരെയും പിടിച്ച് അവരുടെ സ്വത്തുക്കളൊക്കെ കണ്ടുകെട്ടിക്കൊണ്ട് വലിയ വലിയ കമ്പനികളിൽ അടിമവേല ചെയ്യിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പ്രതിഫലം അന്നത്തെ സർക്കാർ, ഈ ഹിറ്റ്ലറുടെ സേനകൾ എടുത്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ, അത് വളരെ അന്ന് പെട്ടെന്നൊന്നും സംഭവിച്ചതല്ല, വളരെ ഗ്രാജുവലായിട്ട് വളരെ സ്ലോലി സംഭവിച്ച കാര്യമാണ്. ബോൺഹോഫർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പൗലോസ് തിമേനി എപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് പറയാറുണ്ട്. തിരുമേനിയുടെ ഡോക്ടറൽ തീസിസിൻ്റെ ഒരു ഭാഗമായിരുന്നു ഇദ്ദേഹത്തെക്കുറിച്ചുള്ള പഠനം. അനേകം അദ്ദേഹം പുസ്തകങ്ങളിൽ അനേകം കത്തുകളാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട. അതിലൊരു പ്രധാനപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് ശിഷ്യത്വത്തിൻ്റെ വില എന്നാണ്. കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്നാണ് അതിൻ്റെ പേര്. അതിൽ ശിഷ്യത്വത്തിൻ്റെ വിലയെക്കുറിച്ച് പറയുന്നുണ്ട്. കണ്ണടച്ച് പിന്നാലെ നടക്കലല്ല, ആവശ്യമായ സന്ദർഭങ്ങളിൽ ആവശ്യമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു ശിഷ്യത്വമാണ് അദ്ദേഹം വിഭാവനം ചെയ്യുന്നത്. അദ്ദേഹം 21-ാമത്തെ വയസ്സിൽ ഡോക്ടറേറ്റൊക്കെ എടുത്ത്, വളരെ ചെറുപ്പത്തിൽ 21 വയസ്സിലൊന്നും അന്നും ഡോക്ടറേറ്റ് കിട്ടുക എളുപ്പമല്ല. ഡോക്ടറേറ്റ് എടുത്തുകൊണ്ട് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. പഠിപ്പിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിനെ അവിടുന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കും. കാരണം അന്നത്തെ സഭ അത് ഇവഞ്ചലിക്കൽ സഭയായാലും ലൂതറൻ സഭയായാലും കത്തോലിക്ക സഭയായാലും ഹിറ്റ്ലറുടെ മുമ്പിൽ വായുപൊത്തി നിന്നിരുന്ന സമയമാണ്. അദ്ദേഹത്തിന് അവിടെ നിൽക്കാക്കളിയില്ലാതായപ്പോൾ അദ്ദേഹം ന്യൂയോർക്കിലേക്ക് പോയി. പലതവണ അദ്ദേഹം ഇംഗ്ലണ്ടിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ന്യൂയോർക്കിലേക്ക് പോയിട്ട് അവിടെ യൂണിയൻ തിയോളജിക്കൽ സെമിനാരിയിൽ പഠിപ്പിക്കുവാൻ തുടങ്ങി. പക്ഷെ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. എൻ്റെ ജനം കഷ്ടപ്പെടുമ്പോൾ എൻ്റെ നാട്ടിലെ ജനങ്ങൾ, യഹൂദന്മാരും ജർമ്മൻകാർ തന്നെയായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. യഹൂദ മതക്കാരായിരുന്നു മാത്രമല്ല, ജർമ്മൻകാർ തന്നെയായിരുന്നു. കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് ഇവിടെ സ്വസ്ഥമായിട്ടിരിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ച് ജർമ്മനിയിലേക്ക് പോകും. താമസിയാതെ തടവിലാവും. അദ്ദേഹം ഉണ്ടായിരുന്ന ആ കൂട്ടത്തെ പറഞ്ഞിരുന്നത് കൺഫസിങ് ചർച്ച് എന്നാണ്, ഏറ്റുപറയുന്ന സഭ. ചെറിയൊരു കൂട്ടമായിരുന്നു, ദൈവശാസ്ത്രജ്ഞന്മാരും വൈദികരൊക്കെ ചേർന്നുള്ള ഒരു ചെറിയ കൂട്ടം. അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയി. അതിൽ മുമ്പനായിരുന്നു അദ്ദേഹം. ജയിലിലിരുന്നു കൊണ്ട് അദ്ദേഹം കുറേ എഴുതി. തൻ്റെ പരിചയക്കാർക്കും ജയിലിലുള്ളവർക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പോയിട്ടുണ്ട്. ഈ യഹൂദന്മാരെ ദൈവത്തിൻ്റെ മക്കളാണെന്നും അവർ നമ്മുടെ രാജ്യക്കാരാണെന്നും അവരെ പീഡിപ്പിക്കുന്ന അധർമ്മമാണെന്നും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വാദിച്ചിരുന്നത്. അദ്ദേഹത്തെ
രണ്ടാം ലോകമഹായുദ്ധം അവസാനിക്കുന്ന തൊട്ട് മുമ്പായിട്ട് തൂക്കിക്കൊല്ലുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ വാക്കുകൾ ഇന്നും ശക്തമായിട്ട് നിലനിൽക്കുന്ന, ഓരോ കാലഘട്ടത്തേക്കും പ്രതിസന്ധികളും പീഡനങ്ങളൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഓർക്കുന്ന അനേകം ആളുകളുണ്ട്. ഇതാണ് ഒരു വലിയ സാക്ഷ്യം, സ്നേഹത്തിൻ്റെ ഉടമ്പടിയുടെ വലിയ സാക്ഷ്യമാണ്. ഈ സ്നേഹത്തിന് തിരിച്ചൊന്നും കിട്ടില്ല. കർത്താവിനെ നമുക്കറിയാം, കർത്താവ് ക്രൂശിന്മേൽ കിടന്ന് മരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, തിരിച്ചൊന്നും കിട്ടില്ല. നിയമത്തിൻ്റെ വഴിക്ക് പോയി കഴിഞ്ഞാൽ അതിന് ഘടനകളുണ്ട്, ഇന്ന കാര്യങ്ങൾ എനിക്ക് പ്രതീക്ഷിക്കാമെന്നുള്ളത്. പക്ഷേ ഇതിൽ ഒന്നും തിരിച്ചു കിട്ടില്ല. നേരത്തെ പറഞ്ഞ യഹൂദ പണ്ഡിതനായിട്ടുള്ള, പരീശനായിട്ടുള്ള, മതവിശ്വാസിയായിട്ടുള്ള സമൂഹത്തിൽ നല്ല വിലയുള്ള നിക്കോദിമോസിന് ഈ സ്നേഹത്തിൻ്റെ ഉടമ്പടി മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. പക്ഷെ അതേസമയം തന്നെ സാധാരണ മനുഷ്യനായിട്ടുള്ള ചുങ്കക്കാരന് അവന് അന്യായമായിട്ടുള്ളത് മുഴുവനും തിരികെ കൊടുക്കുവാനായിട്ടുള്ള മനസ്സ് അതിനെ പ്രേരിപ്പിച്ചത് ഈ ഉടമ്പടിയാണ്. ചുങ്കക്കാരൻ മത്തായിക്ക് അത് കൊടുക്കുവാൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. അവൻ സാധാരണക്കാരനായിരുന്നു. ഒരു സ്നേഹത്തിൻ്റെ ഭാഷ അവന് മനസ്സിലാക്കുവാൻ സാധിച്ചു. അനേകരെ അവൻ ചൂഷണം ചെയ്തിട്ടുണ്ട്, പക്ഷേ സ്നേഹത്തിൻ്റെ ഭാഷ അവന് മനസ്സിലാക്കുവാൻ സാധിച്ചു. നമ്മൾ കുറച്ച് കാര്യങ്ങളാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് സുൻഹാദോസ്, നിക്കാ സുൻഹാദോസ് നമുക്ക് ഇന്നും അർത്ഥം നൽകുന്നു? കാരണം അത് സഭയെ ഏകോപിച്ചുകൊണ്ട് ഏക ദൈവത്തിൻ്റെ ഏകസഭയായിട്ട് മാറ്റിയത് ആ സുൻഹാദോസാണ്, എക്യുമെനിക്കൽ കൗൺസിലാണ്. രണ്ടാമത്, യേശുക്രിസ്തു ആരാണെന്നും അവൻ നമുക്ക് നൽകുന്ന രക്ഷ എന്താണെന്നും അവൻ നൽകുന്ന പുതുജീവൻ എന്താണെന്നുള്ള അടിസ്ഥാനം ഇട്ടുകൊണ്ടാണ് നിക്കാ സുൻഹാദോസ് അവസാനിച്ചത്. പിന്നെയുള്ള സുൻഹാദോസുകൾക്ക് വഴിതെളിച്ച സുൻഹാദോസാണ്. മാമോദീത എന്ന് പറയുന്നത് മനസ്സാന്തരം മാത്രമല്ല, അതിൻ്റെ ഒപ്പം തന്നെ പുതുജീവൻ നൽകുന്നതാണ്. കർത്താവ് മരിച്ച് ഉയർക്കുന്ന അവസ്ഥയിലേക്ക് വരുന്ന സംഗതിയാണ്. ആ മാമോദീയിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾക്ക് ഒരു ദൗത്യമുണ്ട്. നിയമത്തിൻ്റെ ദൗത്യമല്ല, കർത്താവിൻ്റെ മണവാട്ടിയായിട്ടുള്ള സഭയ്ക്ക് കർത്താവ് നൽകിയ സ്നേഹം പോലെ, നിസ്വാർത്ഥമായ സ്നേഹം പോലെ നൽകുവാനായിട്ടുള്ള ദൗത്യം നമുക്കുണ്ട്. അതിന് മാതൃകയും നമ്മൾ കണ്ടു. ഡീട്രിച്ച് ബോൺഹോഫർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലി നമ്മൾ കണ്ടു. കാലാകാലങ്ങളിൽ ഈ ദൗത്യങ്ങളിൽ വ്യത്യാസം വരും, പക്ഷേ അതെപ്പോഴും സ്നേഹത്തിൻ്റെ ഉടമ്പടിയിൽ കൂടെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരിക്കണം എന്ന് നമ്മുടെ മനസ്സിൽ പറയണം. പലപ്പോഴും നമുക്ക് അബദ്ധങ്ങൾ പിണയാറുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ഞാനിത് ചെയ്തില്ല എന്ന് പറയുവാനായിട്ട് കാരണങ്ങൾ കണ്ടുപിടിക്കും. ശരിയും തെറ്റുമൊക്കെ നിശ്ചയിക്കും നമ്മൾ. ആചാരങ്ങളുടെ മറവിൽ സ്നേഹവും വിട്ടുവീഴ്ചയും ആത്മാവും നമുക്ക് നഷ്ടപ്പെടും. ചിലപ്പോൾ യേശുവിനോടുള്ള പ്രതിബദ്ധത മറന്നുകൊണ്ട് സ്നേഹത്തിൻ്റെ ഉടമ്പടിയും നമ്മൾ മറക്കും. പലപ്പോഴും നമ്മുടെ മനസ്സുകളിലെ ഭിന്നിപ്പിൻ്റെയും വെറുപ്പിൻ്റെയും ആത്മാവ് മാത്രം വാഴുന്ന അവസ്ഥകളുണ്ടാകാറുണ്ട്. ഇതിനേക്കാൾ അപകടം പിടിച്ചാണ് നിസ്സംഗത എന്ന് പറയുന്നത്. എന്തു തന്നെ ആയിക്കോട്ടെ, എനിക്കൊന്നും വരാനില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന, എൻ്റെ കാര്യം നോക്കുന്ന, സ്നേഹത്തിൻ്റെ ആത്മാവിൽ വസിക്കാത്ത അനുഭവം നമുക്കുണ്ടാകാറുണ്ട്. നമ്മൾ ചോദിക്കുക, ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനോട് തന്നെ ചോദിക്കുക. നമ്മൾ ആരോടും ഉത്തരം പറയാൻ, നമ്മളോട് തന്നെ ഉത്തരം പറയേണ്ടതാണ്. ഈ കരുതലിൻ്റെ സ്നേഹത്തിൻ്റെ ഉടമ്പടി അത് നമുക്ക് അന്യമായി പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട സമയമാണ്. പലപ്പോഴും നമ്മുടെ ഇടയിൽ ശിഥിലീകരിച്ച ബന്ധങ്ങളുണ്ട്. തമ്മിലും കുടുംബങ്ങളിലും സഭയിലും സമൂഹത്തിലൊക്കെ അതിൻ്റെ പ്രതിഫലനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ഓർക്കുക, എന്താണ് ക്രിസ്തു നമ്മളെ ഭരമേൽപ്പിച്ചിട്ടുള്ളത്. ആ ദൗത്യത്തിന് അനുയോജ്യമായ വിധത്തിൽ പുതുജീവൻ്റെ അവസ്ഥയിൽ നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് രാത്രി ഇവിടുന്ന് പോകുമ്പോൾ
നാളെ കർത്താവിൻ്റെ ഓശാനയാണ്. ജയശാലിയായിട്ട് അവൻ എതിരേൽക്കുന്ന അവസ്ഥയാണ്. ആ സമയത്ത് ത്രിയേക ദൈവത്തിൻ്റെ ആത്മാവ് സഭയുടെ ദൗത്യം കാത്തുസൂക്ഷിക്കുവാൻ, ഏകത്വം കാത്തുസൂക്ഷിക്കുവാൻ കരുത്തേകട്ടെ. മാമോദീസയിലൂടെ നമുക്ക് ലഭിച്ച പുതുജീവൻ വിശ്വാസ ജീവിതത്തെ വളർത്തുന്നതാകട്ടെ. ആമീൻ. ഉള്ളതെല്ലാം നിന്ദാനം ജീവകാലം വാഴ്ത്തിടുമേ. നന്ദിയുണ്ട് ദൈവമേ, നന്മകൾക്കായെന്നുമേ ഉള്ളതെല്ലാം